Good afternoon. Good afternoon, ma'am. Good afternoon, afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. റൂം ചേഞ്ച് ചെയ്തോ? Room change. Good afternoon, ma'am. Good afternoon. Food കഴിച്ചു. അത് നല്ല കാര്യമാണ്. കാരണം ആ മറ്റേ റൂമിലിരിക്കുമ്പോ വീഡിയോ ഒരു ഇതല്ലായിരുന്നു, ഒരു ബ്രേക്ക് പോലെ ആയിരുന്നു. അതെ അല്ലേ? ആ ഞാൻ 2 പിക്ചർ കാണിക്കാനുണ്ട്. അപ്പൊ ആ സിസ്റ്റത്തിൽ അത് ആവുന്നില്ല, ഓപ്പൺ ആവുന്നില്ല. അതുകൊണ്ട് റൂം ചേഞ്ച് ചെയ്തതാ. അല്ലെങ്കിൽ അവിടെ തന്നെയാ. ശരി. ഞങ്ങള് ഇടക്കിട്ട് നിഷ മാം ക്ലാസ് എടുക്കുമ്പോ പറയാറുണ്ട്. അപ്പൊ മാം ഈ ഒരു ക്രീം കളർ റൂമിലേക്കാണ് ചേഞ്ച് ആവല്. അപ്പൊ നല്ല ക്ലിയർലി കേക്കലുണ്ട് കേട്ടോ. ക്ലിയർ ആയിട്ട് വരും അല്ലേ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. ഓക്കെ. ആ ഡ്യൂട്ടി ഓഫ് ഒക്യുപ്പയർ ഒന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ. താഴേക്ക് വരുന്ന ഭാഗങ്ങളൊന്ന് റീഡ് ചെയ്തോളൂ. റീഡ് ചെയ്തതിന് ശേഷം ഒന്ന് തമ്പ് ചെയ്യുക കേട്ടോ. ഓക്കെ അല്ലേ എല്ലാവരും? പേജ് നമ്പർ ഒന്ന് ഷെയർ ചെയ്യാമോ? റീഡ് ചെയ്തതിന് ശേഷം തമ്പ് ചെയ്യണ്ട.
ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഡ്യൂട്ടി ഓഫ് ഒക്യുപ്പയർ. It shall be the duty of each occupant of a facility producing biomedical waste, which comprises a hospital, nursing home, clinic, dispensary, veterinary institution, animal house, pathological laboratory, blood bank, by no matter what name called, to take all steps to make sure that such waste is handled without any negative impact to human health and the environment. Okay, അതായത് ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഉണ്ടാകുന്ന ഹോസ്പിറ്റലുകൾ, ആശുപത്രികള്, അതുപോലെ തന്നെ നഴ്സിംഗ് ഹോം, ക്ലിനിക്കുകള്, ഡിസ്പെൻസറി, വെറ്റിനറി സ്ഥാപനങ്ങള്, ആനിമൽ ഹൗസ്, പാത്തോളജി ലാബ്, ബ്ലഡ് ബാങ്ക് തുടങ്ങിയ എല്ലാ സ്ഥാപനങ്ങളുടെയും റെസ്പോൺസിബിലിറ്റി ആണെന്ത് വേസ്റ്റ് ശരിയായി ഡിസ്പോസൽ ചെയ്യേണ്ടത്. ഓക്കെ, അതായത് സ്ഥാപനം നടത്തുന്നത് ആരാണോ അവരുടെ മെയിൻ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആണ്. അത് ഏത് സ്ഥാപനം ആയിക്കോട്ടെ, അത് ചിലപ്പോൾ ഹോസ്പിറ്റൽ ആകാം, അല്ലെങ്കിൽ ഡിസ്പെൻസറി ആകാം, വെറ്റിനറി ഹോസ്പിറ്റൽ ആകാം, നഴ്സിംഗ് ഹോം ആകാം, പാത്തോളജി ലബോറട്ടറി ആകാം, ബ്ലഡ് ബാങ്ക് ആവാം. ഇവിടെയൊക്കെ എന്തുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്? ബയോമെഡിക്കൽ വേസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആ സ്ഥാപനത്തിന്റെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി വഹിക്കുന്ന ആളുകൾ ആരാണോ അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് എൻവയോൺമെന്റിനും അതുപോലെ തന്നെ മനുഷ്യനും ഹാനികരമാകുന്ന രീതിയിൽ എന്ത് ചെയ്യരുത്, വേസ്റ്റുകള് എന്താ പറയാ മേക്ക് ചെയ്യരുത്. അതായത് കറക്റ്റ് ആയിട്ട് കളക്ട് ചെയ്യുകയും അത് സെപ്പറേറ്റ് ചെയ്യുകയും ഡിസ്പോസൽ ചെയ്യുകയും വേണം. ഓക്കെ, അതാണ് ഡ്യൂട്ടി ഓഫ് ഒക്യുപ്പയർ പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മളൊരു ലബോറട്ടറി നടത്തുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു സ്ഥാപനം നടത്തുവാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വേസ്റ്റുകൾ കറക്റ്റ് ആയിട്ട് കളക്ട് ചെയ്യുകയും കറക്റ്റ് ആയിട്ട് അത് ഡിസ്പോസൽ ചെയ്യുകയും ചെയ്യേണ്ടത് ആ സ്ഥാപനത്തിന്റെ ഓണർ ആയിട്ടുള്ള വ്യക്തിയാണ്. അവരുടെ മേൽനോട്ടത്തിലായിരിക്കണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? The next one, biomedical waste management process. The hospital waste like body parts, organs, tissues, blood and body fluids, along with soiled linen, cotton, bandage, plaster cast from infected and polluted areas are important to be properly gathered, separated, stored, moved, handled and disposed of in safe approach to avoid nosocomial or hospital developed illness. The process as follows. അപ്പൊ നമുക്ക് എന്താണ് നോക്കാം. അതായത് ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന വേസ്റ്റുകൾ, അത് ബോഡി പാർട്ടുകൾ ഉണ്ടാകാം, അതുപോലെ തന്നെ ഓർഗൻസ് ഉണ്ടാവാം, ടിഷ്യൂസ് ഉണ്ടാവാം, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ടാകാം, അതുപോലെ തന്നെ സോയിൽഡ് ലിനൻ, കോട്ടൺ, ബാൻഡേജ്, പ്ലാസ്റ്റർ കാസ്റ്റ്, ഇത്തരത്തിലുള്ള വസ്തുക്കൾ, അതായത് എവിടെയാണോ വേസ്റ്റുകൾ ഉണ്ടാകുന്നത് അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നിന്ന് അത് കറക്റ്റ് ആയിട്ട് കളക്ട് ചെയ്യുകയും പ്രോപ്പർലി ഗ്യാദർ കേട്ടോ കറക്റ്റ് ആയിട്ട് കളക്ട് ചെയ്യുകയും അവിടെ വെച്ച് തന്നെ അത് സെപ്പറേറ്റ് ചെയ്യുകയും അത് സ്റ്റോർ ചെയ്യുകയും മൂവ് ചെയ്യുകയും ശരിയായി ഹാൻഡിൽ ചെയ്യുകയും കറക്റ്റ് ആയിട്ട് ഡിസ്പോസ് ചെയ്യുകയും വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് ചെയ്താൽ മാത്രമാണ് നോസോകോമിയൽ എന്താ പറയാ ഡിസീസസ് ഉണ്ടാകാതിരിക്കുക. അതായത് ആശുപത്രിയിൽ നിന്ന് പകരുന്ന രോഗങ്ങളെയാണ് നോസോകോമിയൽ ഡിസീസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത്തരത്തിൽ ആശുപത്രിയിൽ നിന്ന് ഉണ്ടാകുന്ന രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് വേസ്റ്റ് കളക്ട് ചെയ്യുകയും ട്രാൻസ്പോർട്ട് ചെയ്യുകയും ഡിസ്പോസ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഇനി താഴെ പറയുന്ന ചില കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വേസ്റ്റ് എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്, അത് ഡിസഗ്രിഗേഷൻ എങ്ങനെയാണെന്നൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വേസ്റ്റ് കളക്ഷൻ ആണ് കേട്ടോ. Waste collection is a step in the procedure of waste management. Is moving of solid waste to the point of treatment or landfill from the point of usage and disposal. അതായത് വേസ്റ്റ് ഉണ്ടാകുന്ന സ്ഥലത്ത് നിന്ന് ലാൻഡ്ഫില്ലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രോസസ് ആണ് വേസ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത്.
ഓക്കെ, വേസ്റ്റ് പല സ്ഥലത്ത് ഉണ്ടാവാം അല്ലെ, ഹോസ്പിറ്റലിൽ ഉണ്ടാവാം, ലാബിൽ ഉണ്ടാകാം, വെറ്റിനറി ഹോസ്പിറ്റലിൽ ഉണ്ടാവാം, മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടാകാം. അവിടെ നിന്നൊക്കെയുള്ള വേസ്റ്റ് കറക്റ്റ് ആയിട്ട് ഗ്യാദർ ചെയ്യുക, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് കളക്ട് ചെയ്യുക. ആ കളക്ട് ചെയ്യുന്ന വേസ്റ്റ് എന്ത് ചെയ്യണം, സുരക്ഷിതമായിട്ട് ലാൻഡ് ഫില്ലിലേക്ക് കൊണ്ടുപോകണം ഡിസ്പോസൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ലാൻഡ് ഫിൽ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ലാൻഡ് ഫിൽ എന്താ, കേട്ടിട്ടുണ്ടോ? കമന്റ് ചെയ്തേ, ലാൻഡ് ഫിൽ എന്താ? ലാൻഡ് ഫിൽ അറിയില്ല? അതായത് പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, വേസ്റ്റ് ഡിസ്പോസൽ ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ ഒരു രീതിയാണ് ലാൻഡ് ഫിൽ എന്ന് പറയുന്നത് കേട്ടോ. അതായത് മണ്ണിട്ട് കുഴിച്ചു മൂടുക. നിങ്ങൾ ചെയ്യാറുണ്ടോ വേസ്റ്റ്? മണ്ണിട്ട് കുഴിച്ചു മൂടാറുണ്ടോ? നമ്മളുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ നടക്കുന്ന സമയത്താണെങ്കിൽ ഫുഡൊക്കെ അധികം വരികയാണെങ്കിൽ എന്ത് ചെയ്യും, വേസ്റ്റ് ആയിട്ടുള്ള ഫുഡുകളൊക്കെ വരികയാണെങ്കിൽ എന്താ ചെയ്യുന്നത്? എന്താ ചെയ്യാ? എന്താ ചെയ്യാ? വേസ്റ്റ് ആയിട്ടുള്ള ഫുഡുകളൊക്കെ എന്ത് ചെയ്യും? പട്ടിയോ പൂച്ചയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് കൊടുക്കും അല്ലെ? അതില്ലെങ്കിൽ എന്ത് ചെയ്യും? കുഴിച്ചു മൂടുകയല്ലേ ചെയ്യുന്നേ? അതെ, കുഴിച്ചു മൂടുകയാണ് അല്ലെ? നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ ചിന്തിച്ചാൽ മതി. നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ധാരാളം വേസ്റ്റുകൾ ഉണ്ടാവും അല്ലെ? ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാകാം, പേപ്പറുകൾ ഉണ്ടാകാം അല്ലെ? കുറേ അധികം വേസ്റ്റുകൾ ഉണ്ടാകാം. അത് അവിടെ നിന്ന് തന്നെ, നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കളക്ട് ചെയ്ത് ആ സമയത്ത് തന്നെ സെപ്പറേറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നു, നമ്മുടെ ലാൻഡ് ഫില്ലിലേക്ക് കൊണ്ടുപോകും, കുഴിച്ചു മൂടാനായിട്ട് കൊണ്ടുപോകും. ദാറ്റ് ഈസ് വേസ്റ്റ് കളക്ഷൻ. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ. അടുത്തത് സെഗ്രിഗേഷൻ ആണ് കേട്ടോ. സെഗ്രിഗേഷൻ മീൻസ് എന്താണ്? സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. സെഗ്രിഗേഷൻ മേക്സ് ഇറ്റ് സിമ്പിൾ ടു സ്റ്റോപ്പ് ദ സ്പ്രെഡ് ഓഫ് ഇൽനെസ്, make it simple to choose from the disposal choice, and can lessen the burden on the waste treatment system and protect against injuries. അതായത് നമ്മൾ വേസ്റ്റ് കളക്ട് ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, വേസ്റ്റ് സെപ്പറേറ്റ് ചെയ്യുന്നത് അല്ലെ? എന്തിനൊക്കെയാണ് ഈ വേസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക? എന്തുകൊണ്ടാണ് അവിടെ തന്നെ വെച്ച് വേസ്റ്റ് സെപ്പറേറ്റ് ചെയ്യണം എന്ന് പറയുന്നത്? 3 കാരണങ്ങളാലാണ് വേസ്റ്റ് സെപ്പറേറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. ഒന്ന്, വേസ്റ്റ് കളക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രോഗങ്ങൾ പകരാതിരിക്കാനായിട്ട് സഹായിക്കും, സ്പ്രെഡ് ചെയ്യുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്നു. ഓക്കെ, രോഗങ്ങള് സ്പ്രെഡ് ചെയ്യുന്നതിന് പ്രിവെന്റ് ചെയ്യുന്നു. രണ്ടാമത്തേത്, ഡിസ്പോസൽ എളുപ്പമാക്കുന്നു, ഈസി ആക്കുന്നു. അതായത് ഇപ്പൊ നമ്മൾ ഒരു വേസ്റ്റ് ബിന്നിൽ കൊണ്ടുപോയിട്ട് ആഹാര സാധനങ്ങളും പേപ്പറുകളും പ്ലാസ്റ്റിക്കുകളൊക്കെ ഇടുവാണെങ്കിൽ അത് ഡിസ്പോസൽ ചെയ്യാനായിട്ട് കുറച്ച് ടഫ് അല്ലേ? ആണോ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹരിത കർമ്മസേനയുടെ ആളുകൾ വീട്ടിൽ വരുമ്പോൾ സെപ്പറേറ്റ് ആക്കണം എന്ന് പറയാറുണ്ട് അല്ലെ? കാരണം എല്ലാരും കൂടി മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാണ് അത് ഡിസ്പോസൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോ കറക്റ്റ് ആയിട്ട് ഡിസ്പോസൽ എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചെയ്യും വേസ്റ്റുകൾ. ഓക്കെ. പിന്നെ മൂന്നാമത്തെന്ന് പറഞ്ഞാല് വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാരം കുറയ്ക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേസ്റ്റ് ഡിസ്പോസൽ സാധിക്കും. ഓക്കെ. പിന്നെ പലതരം ഇഞ്ചുറീസ്, അത്തരത്തിൽ ഇഞ്ചുറീസ് ഈ പരിക്കുകളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് സാധിക്കും. അതായത് ഈ ഒരേ എന്താ പറയാ, ഇപ്പോ മൂർച്ചയുള്ള ഷാർപ്പായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ചിലപ്പോൾ വേസ്റ്റിൽ ഉണ്ടാവും. എല്ലാരും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മള് ഭക്ഷണ പദാർത്ഥത്തിന്റെ കൂടെ, അതായത് ആഹാരാവശിഷ്ടങ്ങളുടെ കൂടെ ഇത്തരത്തില് നീഡിൽസ്, ബ്ലേഡ്, അതുപോലെ തന്നെ സിറഞ്ചിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതായത് വേസ്റ്റ് എടുക്കുന്ന ആളുകൾ ചിലപ്പോ അത് ഫുഡ് ഐറ്റം എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യും, കൈ കൊണ്ട് അത് കോരാനായിട്ട് നോക്കും. അപ്പോഴായിരിക്കും ബ്ലേഡോ അല്ലെങ്കിൽ നീഡിലോ കിട്ടുന്നത്. അപ്പോ നമ്മുടെ ശരീരത്തില് ബോഡിയിൽ മുറിവുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇഞ്ചുറീസ് ഉള്ള കാര്യങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സെപ്പറേഷൻ സഹായിക്കുന്നു എന്ന് നമുക്ക് പറയാം. ഓക്കെ. അപ്പൊ 3 കാര്യങ്ങളാണ്. ഒന്ന്, രോഗങ്ങൾ പകരാതിരിക്കാനായിട്ട് സഹായിക്കുന്നു. 2, ഡിസ്പോസൽ എളുപ്പമാക്കുന്നു. മൂന്നാമത്തത്, വേസ്റ്റ് ട്രീറ്റ്മെന്റ് സംവിധാനത്തിലെ ഭാരം കുറയ്ക്കുന്നു, പൈപ്പുകളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് സഹായിക്കുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ?
ഇനി താഴെ ഒരു ടേബിള് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതൊന്ന് നിങ്ങൾ റീഡ് ചെയ്തതിന് ശേഷം നമ്പർ ചെയ്യുക കേട്ടോ. വായിച്ചു കഴിഞ്ഞെങ്കിൽ തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ വേസ്റ്റുകളെ തരംതിരിച്ചിരിക്കുന്നതാണ് കേട്ടോ. അതായത് ഈ ടേബിളിൽ പറഞ്ഞിരിക്കുന്നത് വേസ്റ്റ് ഏത് കാറ്റഗറിയിലാണ് പെടുന്നത്, എന്ത് തരം വേസ്റ്റുകളാണ്, പിന്നെ അതുപോലെ തന്നെ അതിന്റെ കളറ്, ടൈപ്പ് ഓഫ് കണ്ടെയ്നേഴ്സ്, അതായത് കണ്ടെയ്നർ ഏതാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതിന്റെ കളർ ഏതാണ്, പിന്നെ അതുപോലെ തന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ മെത്തേഡ്, അതെങ്ങനെയാണ് അത് ഡിസ്പോസൽ ചെയ്യുന്നത്, അതെങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെയാണ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, വേസ്റ്റിന്റെ കാറ്റഗറി എന്താണ്. രണ്ടാമത്തത് വരുന്നത് ഏത് ടൈപ്പ് വേസ്റ്റ് ആണ്, എന്തൊക്കെയാണ് വേസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. മൂന്നാമത്തത് കണ്ടെയ്നേഴ്സിന്റെ ടൈപ്പ് എന്താണ്, അതിന്റെ കളർ എന്താണ്. നാലാമത്തത് ഡിസ്പോസൽ മെത്തേഡ് എന്താണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? സ്റ്റാർട്ട് ചെയ്തോട്ടെ. ഫസ്റ്റ് വൺ കാറ്റഗറി നമ്പർ 1 ആണ് കേട്ടോ. കാറ്റഗറി നമ്പർ 1 വരുന്നത് ഏത് ടൈപ്പ് വേസ്റ്റ് ആണ്, ഹ്യൂമൻ അനാട്ടമിക്കൽ വേസ്റ്റ് ആണ്. ഹ്യൂമൻ അനാട്ടമിക്കൽ വേസ്റ്റ് ആണ് എന്തിൽ വരുന്നത്, കാറ്റഗറി നമ്പർ 1 വരുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഹ്യൂമൻ അനാട്ടമിക്കൽ വേസ്റ്റ് എന്ന് നമുക്ക് നോക്കാം. ഹ്യൂമൻ അനാട്ടമിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ ടിഷ്യൂസ്. ഓക്കെ, ഹ്യൂമൻ ബോഡിയിലെ ടിഷ്യൂകൾ, അതായത് സെല്ലുകള്, സ്കിൻ, ഇതൊക്കെയാണ് ഹ്യൂമൻ ടിഷ്യൂസിൽ വരുന്നത്. ഓർഗൻസ്, മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന അവയവങ്ങള്,
ദെൻ ബോഡി പാർട്സ്, ശരീരഭാഗങ്ങൾ, ഇതൊക്കെ അനാട്ടമിക്കൽ വേസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഹ്യൂമൻ ടിഷ്യൂസ്, ഓർഗൻസ് ആൻഡ് ബോഡി പാർട്സ്. ഇനി കളർ ആൻഡ് ടൈപ്പ് ഓഫ് കണ്ടെയ്നർ. ഇത്തരത്തിലുള്ള വേസ്റ്റുകളെ ഏത് കളർ കണ്ടെയ്നറിലാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്? അപ്പൊ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് യെല്ലോ പ്ലാസ്റ്റിക് ബാഗ്. ഓക്കെ, അപ്പൊ ഹ്യൂമൻ അനാട്ടമിക്കൽ വേസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട കണ്ടെയ്നർ എന്ന് പറയുന്നത്, അതിന്റെ കളർ എന്ന് പറയുന്നത് യെല്ലോ പ്ലാസ്റ്റിക് ബാഗ് ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? മറന്നു പോകരുത് കേട്ടോ, ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. ഹോസ്പിറ്റലിൽ കണ്ടിട്ടില്ലേ നിങ്ങള് യെല്ലോ കളറിലുള്ള? ലാബിലൊക്കെ വെച്ചിട്ടുണ്ടാവും അല്ലെ? ഇടക്ക് കട്ടാവുന്നുണ്ടോ? ആർക്കെങ്കിലും പറയുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? ഇല്ല? ഓക്കെ, ഓക്കെ. അപ്പോ യെല്ലോ പ്ലാസ്റ്റിക് ബാഗിലാണ് ഹ്യൂമൻ അനാട്ടമിക്കൽ വേസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ദെൻ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ മെത്തേഡ്. ഇത്തരത്തിലുള്ള വേസ്റ്റുകളുടെ ഡിസ്പോസൽ എങ്ങനെയാണ്? ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ നമ്മൾ ചിന്തിക്കാറില്ലേ? അതായത് ഹ്യൂമൻ ടിഷ്യൂസ്, അതുപോലെ ഓർഗൻസ്, ബോഡി പാർട്സ്, ഇതെന്താ ചെയ്യുന്നതെന്ന് അല്ലെ? ഇതിന്റെ ഡിസ്പോസൽ മെത്തേഡ് എന്ന് പറയുന്നത് ഒന്ന് ഇൻസിനറേഷൻ ആണ് അല്ലെ? എന്താണ് ഇൻസിനറേഷൻ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ദഹിപ്പിക്കുക എന്ന് പറയോ അല്ലെ? ചാരമാക്കാനായിട്ട് അല്ലെ? ഓക്കെ അല്ലെ? ഇൻസിനറേഷൻ, അതായത് കത്തിച്ച് ചാരമാക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഡീപ് ബറിയൽ, എന്താണ്? ആഴത്തില് മണ്ണിട്ട് കുഴിച്ചു മൂടുക. ഈ രണ്ട് മെത്തേഡുകളാണ് ഹ്യൂമൻ അനാട്ടമിക്കൽ വേസ്റ്റിന്റെ ഡിസ്പോസൽ മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. ഒന്ന് ഇൻസിനറേഷൻ, അതായത് കത്തിച്ച് ചാരമാക്കുക. രണ്ടാമത്തത് ആഴത്തിൽ മണ്ണിട്ട് കുഴിച്ചു മൂടുക. ഓക്കെ ആണല്ലോ? പഠിച്ചല്ലോ? ഹ്യൂമൻ അനാട്ടമിക്കൽ വേസ്റ്റ് വരുന്നത് യെല്ലോ പ്ലാസ്റ്റിക് ബാഗിലാണ്. ദെൻ അതിന്റെ ഡിസ്പോസൽ മെത്തേഡ് ഒന്ന് ഇൻസിനറേഷനും രണ്ട് ഡീപ് ബറിയലുമാണ്. നമുക്ക് അടുത്തത് നോക്കാം. കാറ്റഗറി 2. കാറ്റഗറി നമ്പർ 2 വരുന്നത് ആനിമൽ വേസ്റ്റ് ആണ്. ആനിമൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് മൃഗങ്ങളുടെ അവശിഷ്ടങ്ങളാണ് വരുന്നത് കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യത്തേത് ആനിമൽ ടിഷ്യൂസ് ആണ്. നമ്മൾ നേരത്തെ ഹ്യൂമൻ ടിഷ്യൂ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ആനിമൽ ടിഷ്യൂ ഉണ്ട്. ആനിമൽ സെൽസ് ഉണ്ട്, ഹ്യൂമൻ, അതായത് ആനിമൽ ബോഡിയിൽ ഉണ്ടാകുന്ന സെല്ലുകള്, സ്കിന്ന്, ഇതൊക്കെയാണ് ആനിമൽ ടിഷ്യൂല് വരുന്നത്. അതുപോലെ തന്നെ ആനിമൽസിന്റെ ഓർഗൻസ്, ശരീര അവയവങ്ങള്, ദെൻ ബോഡി പാർട്സ്, അവരുടെ ശരീരഭാഗങ്ങള്, ദെൻ കാർക്കേസസ്, അതായത് ആനിമൽസിന്റെ ശവശരീരം കേട്ടോ. ശവശരീരത്തിനെയാണ് കാർക്കേസസ് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ ബ്ലീഡിംഗ് പാർട്സ്, അതായത് രക്തമൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ബ്ലീഡിംഗ് പാർട്സ്. ദെൻ ഫ്ലൂയിഡ്, അതുപോലെ തന്നെ ബ്ലഡ് ആൻഡ് എക്സ്പെരിമെന്റൽ ആനിമൽസ് യൂസ്ഡ് ഇൻ റിസർച്ച്. നമുക്കറിയാം, അതായത് ഈ മൃഗങ്ങളെ, ആനിമൽസിനെയൊക്കെ കൂടുതലായിട്ട് ഗവേഷണത്തിനൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലെ? എന്തൊക്കെയാണ് ഗവേഷണം? എന്തിന്റെ റിസർച്ച് ആവശ്യത്തിന് വേണ്ടിയിട്ട് ആനിമൽസിന് ഉപയോഗിക്കുന്നത്? അവരുടെ ഓർഗൻസ്, അതുപോലെ ബോഡി പാർട്സ്, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? വാക്സിൻ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കില്ലേ? യൂസ് ചെയ്യില്ലേ? റിസർച്ചിന്റെ ഭാഗമായിട്ടാണ് വാക്സിൻ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പുതിയ മരുന്നുകൾ ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഇത്തരത്തില് ആനിമൽസിന്റെ ബോഡി പാർട്സിനെയൊക്കെ എടുക്കാറുണ്ട് അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേസ്റ്റ് വരുന്ന അവരുടെ അവശിഷ്ടങ്ങളാണ് കേട്ടോ ഈ ആനിമൽ വേസ്റ്റിൽ വരുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ വെറ്റിനറി ഹോസ്പിറ്റലുകളിലും വെറ്റിനറി കോളേജുകളിലും ഉപയോഗിക്കുന്ന ആനിമൽസിന്റെ ശരീരഭാഗങ്ങൾ അല്ലെ? നമുക്കറിയാം, ഈ ലാബുകളിലൊക്കെ തവള, അതുപോലെ പാമ്പിനെ ഒന്നും എനിക്കറിയില്ല, തവളയൊക്കെ പഠിക്കാറുണ്ട് അല്ലെ? ഇല്ലേ? കണ്ടിട്ടില്ലേ നിങ്ങള്? തവള കേട്ടിട്ടുണ്ടല്ലോ. കുറെ, അതായത് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട് അല്ലെ? ഇപ്പൊ വെറ്റിനറി ഹോസ്പിറ്റൽ, അതുപോലെ മെഡിക്കൽ കോളേജുകളിൽ ഇതൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഈ അനിമൽസിനെ അവരുടെ ശരീരത്തെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ വേസ്റ്റ് വരുന്ന ശരീരഭാഗങ്ങൾ. അപ്പൊ ഇത്തരത്തിലുള്ള വേസ്റ്റുകളെയാണ് ആനിമൽ വേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ദെൻ
ഇവര് അതായത് ഇത്തരത്തിൽ അനിമൽ വേസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്തിലാണ്? യെല്ലോ പ്ലാസ്റ്റിക് ബാഗിൽ തന്നെയാണ് കേട്ടോ. യെല്ലോ പ്ലാസ്റ്റിക് ബാഗിലാണ് അനിമൽ വേസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഡിസ്പോസൽ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ഇൻസിനറേഷൻ അല്ലെങ്കിൽ ഡീപ് ബറിയൽ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റ് എങ്ങനെയാണോ ഡിസ്പോസ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ആനിമൽ വേസ്റ്റും ഡിസ്പോസ് ചെയ്യുന്നത്. ഒന്നില്ലെങ്കിൽ കത്തിച്ച് ചാരമാക്കും, അല്ലെങ്കിൽ ആഴത്തിൽ മണ്ണിട്ട് കുഴിച്ചു മൂടും. ഓക്കെ, നമുക്കിനി കാറ്റഗറി നമ്പർ 3 പോകാം. കാറ്റഗറി നമ്പർ 3 എന്ന് പറയുന്നത് മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റ് ആണ് കേട്ടോ. മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റ് ഇത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. വേസ്റ്റ് ഫ്രം ലബോറട്ടറി കൾച്ചേഴ്സ്. ഓക്കെ, വേസ്റ്റ് ഫ്രം ലബോറട്ടറി കൾച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ലബോറട്ടറി കൾച്ചർ എന്താ? ആർക്കെങ്കിലും അറിയാമോ ലബോറട്ടറി കൾച്ചർ? ലബോറട്ടറി കൾച്ചർ എനിവൺ കമന്റ് ചെയ്യാമോ അറിയാമെന്നെങ്കില്? ലബോറട്ടറി കൾച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാബില് ചില ജീവാണുക്കളെ വളർത്താറുണ്ട്. യെസ്, അതായത് ചില ജീവാണുക്കൾ, അതായത് ബാക്ടീരിയ, ഫംഗി, അത്തരത്തിലുള്ള ജീവാണുക്കൾ എന്ത് ചെയ്യാറുണ്ട്? വളർത്താറുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? പഠിക്കുന്നതിനും ഗവേഷണത്തിനും വേണ്ടിയിട്ട്. അപ്പൊ ഇത്തരത്തില് അവിടെ സൂക്ഷിച്ചിരിക്കുന്ന ഇപ്പൊ ബാക്ടീരിയയുടെയും ഫംഗിയുടെയൊക്കെ എന്താ പറയാ അത്തരത്തിലുള്ള സൂക്ഷ്മാണുക്കളെ വളർത്തി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ ഒരു ലബോറട്ടറി കൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ആവശ്യത്തിന് എടുത്തതിന് ശേഷം അതിന്റെ ബാലൻസ്, അതായത് വേസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ബാലൻസ് വരും. അപ്പൊ ഇത്തരത്തിലുള്ളവയാണ് ഈ ഒരു ലബോറട്ടറി കൾച്ചർ എന്ന് പറയുന്നത് കേട്ടോ. ലാബില് പഠനത്തിനും ഗവേഷണത്തിനുമായിട്ട് ധാരാളം രോഗാണുക്കൾ അല്ലെങ്കിൽ ജീവാണുക്കളെ വളർത്തി സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. ഇത്തരത്തിലുള്ളവയെ ലബോറട്ടറി കൾച്ചേഴ്സ് എന്ന് നമുക്ക് പറയാം. ഗവേഷണത്തിനും പഠനത്തിനും വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിച്ച ശേഷം ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വേസ്റ്റ് ആകുന്നു. അതുകൊണ്ട് തന്നെ മൈക്രോബയോളജി, ബയോടെക്നോളജി വേസ്റ്റിലാണ് ഇവ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ സ്റ്റോക്സ് ഓർ സ്പെസിമെൻ ഓഫ് ലിവ് മൈക്രോ ഓർഗാനിസം. അതായത് ഇതുപോലെ തന്നെയാണ് ബാക്ടീരിയ, ഫംഗി തുടങ്ങിയിട്ടുള്ള സൂക്ഷ്മാണുക്കൾ. ഓക്കെ, അത്തരത്തിലുള്ള വേസ്റ്റുകള്. ഹ്യൂമൻ ആൻഡ് ആനിമൽ സെൽ കൾച്ചേഴ്സ്. എന്താണ് ഹ്യൂമൻ ആൻഡ് ആനിമൽ സെൽ കൾച്ചേഴ്സ് എന്ന് പറയുന്നത്? സെൽ കൾച്ചർ എന്ന് പറഞ്ഞാല് ലാബില് പ്രത്യേക സാഹചര്യങ്ങളിൽ മനുഷ്യന്റെ അല്ലെങ്കിൽ മൃഗങ്ങളുടെ കോശങ്ങൾ അല്ലെങ്കിൽ സെൽസ് വളർത്തി സൂക്ഷിക്കുന്ന പ്രോസസ്സാണ് കേട്ടോ. ഓക്കെ, അതായത് മനുഷ്യരുടെയോ മൃഗങ്ങളുടെയോ സെല്ലുകള് വളർത്തി സൂക്ഷിക്കുന്ന പ്രൊസീജിയർ അല്ലെങ്കിൽ പ്രോസസ്സാണ് സെൽ കൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അത്തരത്തിൽ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും എന്താ പറയാ സെല്ലുകൾ വളർത്തി സൂക്ഷിക്കുകയും അത് ഉപയോഗിക്കുകയും ശേഷം വരുന്നത് വേസ്റ്റ് ആവുകയും ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണ് അല്ലെ? ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള വേസ്റ്റുകളാണ് ഹ്യൂമൻ ആൻഡ് ആനിമൽ സെൽ കൾച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇത് യൂസ് ചെയ്യുന്നത് എവിടെയാണ്? അതായത് റിസർച്ച് ലാബുകളിലും അതുപോലെ തന്നെ മറ്റ് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ലബോറട്ടറികളിലൊക്കെയാണ് ഇവ കൂടുതലായിട്ട് സെൽ കൾച്ചറുകൾ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അവിടെ നിന്നുള്ള വേസ്റ്റുകള്, അതുപോലെ തന്നെ ബയോളജിക്കൽ പ്രൊഡക്ഷൻ ബൈ പ്രൊഡക്റ്റ് വേസ്റ്റ്. അതായത് ബയോളജിക്കൽ പ്രൊഡക്ഷൻ ബൈ പ്രൊഡ്യൂസ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്സിൻ ഒക്കെ നിർമ്മിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന വേസ്റ്റുകൾ. ഓക്കെ, വാക്സിൻ ഒക്കെ നമ്മൾ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ പുതിയ മെഡിസിൻസ് ഒക്കെ നിർമ്മിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന വേസ്റ്റുകള്. അതുപോലെ തന്നെ ടോക്സിൻസ് ആൻഡ് ഡിവൈസസ് യൂട്ടിലൈസ്ഡ് ടു ട്രാൻസ്ഫർ കൾച്ചേഴ്സ്. അതുപോലെ തന്നെ എന്താണ്? അതായത് ജീവികളിൽ നിന്നുള്ള വിഷവസ്തുക്കള്. അതായത് നമ്മൾക്കറിയാം ലാബുകളിലും അതുപോലെ തന്നെ എന്താ പറയാ റിസർച്ച് സെന്റേഴ്സിലൊക്കെ ധാരാളം ജീവാണുക്കളെ വളർത്താറുണ്ട് അല്ലെ, ജീവികളെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അപ്പൊ അവയിൽ നിന്ന് വാക്സിൻ ഒക്കെ നിർമ്മിക്കുന്ന സമയത്ത് വിഷവസ്തുക്കളും എന്ത് ചെയ്യാറുണ്ട്? സ്പ്രെഡ് ആവാറുണ്ട് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള വിഷവസ്തുക്കളാണ് ടോക്സിൻസ് എന്ന് പറയുന്നത്. അതും എന്തില് വരുന്നതാണ്? മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റില് വരുന്നതാണ്.
ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഡിവൈസസ് യൂട്ടിലൈസ്ഡ് ടു ട്രാൻസ്ഫർ കൾച്ചർ, അതായത് കൾച്ചർ മാറ്റാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ. അതായത് ഇത്തരത്തിലുള്ള വസ്തുക്കളൊക്കെ എടുക്കുന്ന ചില ഡിവൈസസ് ഉണ്ട്, ചില ഉപകരണങ്ങൾ ഉണ്ട്. ഓക്കെ, അത്തരത്തിലുള്ള ഉപകരണങ്ങളും എന്താവാറുണ്ട്, വേസ്റ്റ് ആകാറുണ്ട് അല്ലെ. അപ്പൊ അതും എന്തിൽ വരുന്നതാണ്, മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റിൽ വരുന്നതാണ്. ഓക്കെ ആണോ? ഓക്കെ, ഇത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ബാഗ് എന്ന് പറഞ്ഞാല് യെല്ലോ പ്ലാസ്റ്റിക് ബാഗ് അല്ലെങ്കിൽ റെഡ് പ്ലാസ്റ്റിക് ബാഗിലാണ് കേട്ടോ. ഓക്കെ, ഒന്നില്ലെങ്കിൽ യെല്ലോ പ്ലാസ്റ്റിക് ബാഗ് അല്ലെങ്കിൽ റെഡ് പ്ലാസ്റ്റിക് ബാഗിലാണ് ഇത്തരത്തിലുള്ള മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഡിസ്പോസൽ മെത്തേഡ് എന്ന് പറയുന്നത് ലോക്കൽ ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവിംഗ്, ഇൻസിനറേഷൻ. ലോക്കൽ ഓട്ടോക്ലേവിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് ഉയർന്ന ചൂടും സ്റ്റീമും പ്രഷറും ഉപയോഗിച്ച് രോഗാണുക്കളെ നശിപ്പിക്കുക. ഓക്കെ, ഹൈ ടെമ്പറേച്ചറില് സ്റ്റീമും അതുപോലെ തന്നെ പ്രഷറും ചൂടും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, രോഗാണുക്കളെ നശിപ്പിക്കുന്ന രീതിയാണെന്ത്, ഓട്ടോക്ലേവിംഗ് എന്ന് പറയുന്നത്. ആ ഒരു മെത്തേഡിലൂടെ ഇത്തരത്തിലുള്ള വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ മൈക്രോവേവ്, അതായത് മൈക്രോവേവ് ഹീറ്റ് ഉപയോഗിച്ച് രോഗാണുക്കളെ നശിപ്പിക്കുക. ഓക്കെ, മൈക്രോവേവ് ഹീറ്റ് ഉപയോഗിച്ച് രോഗാണുക്കളെ നശിപ്പിക്കുക. ദെൻ മൂന്നാമത്തത് ഇൻസിനറേഷൻ, അതായത് കത്തിച്ച് ചാരമാക്കുക. അപ്പൊ ഈ 3 മെത്തേഡുകളും ആണ് എന്തിൽ ഉപയോഗിക്കുന്നത്, മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. കാറ്റഗറി നമ്പർ 4 ആണ് വേസ്റ്റ് ഷാർപ്സ് കേട്ടോ. അതായത് മൂർച്ചയുള്ള വേസ്റ്റുകൾ എന്തൊക്കെയാണ് വരുന്നത്, നീഡിൽസ് ഉണ്ട്, സിറഞ്ച് ഉണ്ട്, സ്കാൽപ്പൽസ് ഉണ്ട്, ബ്ലേഡ് ഉണ്ട്, ഗ്ലാസ് ഉണ്ട്. അതൊക്കെയാണ് ഇതിൽ വരുന്നത്, വേസ്റ്റ് ഷാർപ്പിൽ വരുന്നത്. ഇത്തരത്തിലുള്ള വേസ്റ്റ് ഷാർപ്പ്, അതായത് ഇത്തരത്തിലുള്ള വേസ്റ്റുകള് എന്താണ്, ചിലപ്പോ ആളുകൾക്ക് പരിക്കേൽക്കാനും അതുപോലെ തന്നെ മുറിവുകൾ ഉണ്ടാവാനും സാധ്യത കൂടുതലാണ്. ഓക്കെ, നീഡിൽസ്, സിറഞ്ച്, സ്കാൽപ്പൽസ്, ബ്ലേഡ്സ്, ഗ്ലാസ് എക്സെട്ര that might lead to punctures and wounds. This applies to both the used and unused sharp. അതായത് ഉപയോഗിച്ച മൂർച്ചയുള്ള വസ്തുക്കളായിക്കോട്ടെ, ഉപയോഗിക്കാത്ത മൂർച്ചയുള്ള വസ്തുക്കളായിക്കോട്ടെ. ഇപ്പൊ നീഡിലും അതുപോലെ സിറഞ്ചും ബ്ലേഡും ഒക്കെ ഉപയോഗിച്ചതും ഉണ്ടാകാം, ഉപയോഗിക്കാത്തതും ഉണ്ടാവാം അല്ലെ. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള വസ്തുക്കൾ ആളുകളുടെ ശരീരത്തില് മുറിവേൽപ്പിക്കാനും പരിക്കുകൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള വേസ്റ്റുകള് ഡെപ്പോസിറ്റ് ചെയ്യുന്ന കണ്ടെയ്നർ എന്ന് പറയുന്നത് ബ്ലൂ, വൈറ്റ്, ട്രാൻസ്ലുസന്റ്, പങ്ക്ചർ പ്രൂഫ് കണ്ടെയ്നറിലാണ്. ഓക്കെ, ഒന്നില്ലെങ്കിൽ നീല നിറത്തിലുള്ള അല്ലെങ്കിൽ വെള്ള നിറത്തിലുള്ള ട്രാൻസ്ലുസന്റ് പങ്ക്ചർ പ്രൂഫ് കണ്ടെയ്നർ. എന്താണ് ട്രാൻസ്ലുസന്റ് പങ്ക്ചർ പ്രൂഫ് കണ്ടെയ്നർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആർക്കെങ്കിലും അറിയാമോ? ട്രാൻസ്ലുസന്റ് സുതാര്യം, അർത്ഥസുതാര്യം എന്ന് പറയാം കേട്ടോ. പാർഷ്യലി ആണ് കേട്ടോ, പാർഷ്യലി ആണ്. നമ്മള് പൂർണ്ണമായിട്ടൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, പാർഷ്യലി ആണ്. ഓക്കെ, വെളിച്ചമൊക്കെ കടക്കുന്നത് പാർഷ്യലി ആണ്. നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ അപ്പുറത്തെ വസ്തുവിനെ കാണാൻ പറ്റുന്ന പാർഷ്യലി ആണ്. ദാറ്റ് ഈസ് ട്രാൻസ്ലുസന്റ്. ഓക്കെ, അർത്ഥ സുതാര്യം, അതാണ് മീനിങ് വരുന്നത് കേട്ടോ. പങ്ക്ചർ പ്രൂഫ് കണ്ടെയ്നർ, അതായത് എന്താണ്, ഇത്തരത്തില് മൂർച്ചയുള്ള വസ്തുക്കൾ ഇടുമ്പോൾ ആ കണ്ടെയ്നറിൽ എന്തുണ്ടാവാൻ പാടില്ല, എന്തുണ്ടാവാനായിട്ട് പാടില്ല, ഹോളുകളൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല അല്ലെ. അപ്പോ നമ്മൾ ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഇട്ട് കഴിഞ്ഞാല് തുളച്ചു കീറാൻ പറ്റാത്ത രീതിയിലുള്ള കണ്ടെയ്നർ ആണെന്ത്, ഈ ഒരു ബ്ലൂ വൈറ്റ് ട്രാൻസ്ലൂസന്റ് പങ്ക്ചർ പ്രൂഫ് കണ്ടെയ്നർ എന്ന് പറയുന്നത്. ഓക്കെ, നീഡില് മറ്റുള്ള കണ്ടെയ്നറുകളിൽ ഇടുമ്പോ ചിലപ്പോൾ എന്തുണ്ടാവും, ഹോളൊക്കെ വരാനുള്ള സാധ്യത, തുളച്ചു കയറാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. പക്ഷെ ഈ കണ്ടെയ്നറിന്റെ പ്രത്യേകത, ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഇടുമ്പോൾ യാതൊരു കേടുപാടും പറ്റില്ല. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ ആണോ? യെസ്. ഇതിന്റെ ഡിസ്പോസൽ മെത്തേഡ് നമുക്കൊന്ന് നോക്കാം. ഡിസിൻഫെക്റ്റിംഗ്, കെമിക്കൽ ട്രീറ്റ്മെന്റ്
ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവിംഗ് ആൻഡ് മ്യൂട്ടിലേഷൻ, ഷ്രെഡിംഗ്. ഡിസിൻഫെക്ടിംഗ് എന്ന് നമുക്ക് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? അതായത് ഇത്തരത്തിലുള്ള വസ്തുക്കൾ, മൂർച്ചയുള്ള വസ്തുക്കളാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസിൻഫെക്ട് ചെയ്യാം. അതായത് ബ്ലീച്ചിങ് പൗഡർ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്, ആ മിക്സ്ചർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ക്ലീൻ ചെയ്യാം, അതിന്റെ രോഗാണുക്കളെ നശിപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഓട്ടോക്ലേവിംഗ്, ഹൈ ടെമ്പറേച്ചറിൽ ഹൈ സ്റ്റീം ഉപയോഗിച്ച് എന്ത് ചെയ്യാം, നമുക്ക് രോഗാണുക്കളെ നശിപ്പിക്കാം. അതുപോലെ തന്നെ മൈക്രോവേവിംഗ്, ഞാൻ നേരത്തെ പറഞ്ഞു, മൈക്രോവേവ് എന്താ പറയാ, മൈക്രോവേവിംഗ് ആ ഒരു രീതി ഉപയോഗിച്ചുകൊണ്ട്, കിരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, രോഗാണുക്കളെ നശിപ്പിക്കാം. അതുപോലെ തന്നെ മ്യൂട്ടിലേഷൻ, ഷ്രെഡിംഗ്, ഇത് പറഞ്ഞില്ല എന്താണെന്ന്. മ്യൂട്ടിലേഷൻ അഥവാ ഷ്രെഡിംഗ് എന്ന് പറയുന്നത് അതായത് വേസ്റ്റുകളെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുന്ന പ്രോസസ്സാണ് കേട്ടോ. ഓക്കെ, അതായത് ഇത്തരത്തിലുള്ള നീഡിലുകളായാലും സിറഞ്ചുകളായാലും ബ്ലേഡുകളായാലും ഒക്കെ എന്ത് ചെയ്യുന്നു, ചെറിയ ചെറിയ സ്മോൾ കമ്പോണന്റ് ആയിട്ട് മുറിച്ചിട്ട് ഡിസ്പോസൽ ചെയ്യുന്ന മെത്തേഡാണ് എന്ത്, മ്യൂട്ടിലേഷൻ അല്ലെങ്കിൽ ഷ്രെഡിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? യെസ്. നോട്ട് ചെയ്യുന്നുണ്ടോ എല്ലാവരും? പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടോ? ആ, ഓക്കെ. നമുക്ക് അടുത്തത് നോക്കാം. കാറ്റഗറി നമ്പർ 5 ആണ് കേട്ടോ. ഡിസ്കാർഡഡ് മെഡിസിൻ ആൻഡ് സൈറ്റോടോക്സിക് ഡ്രഗ്സ്. മെയിൻ ആയിട്ട് ഇവിടെ പറയുന്നത് മരുന്നുകളെ കുറിച്ചിട്ടാണ് കേട്ടോ. എന്തൊക്കെയാണ്? വേസ്റ്റ് മേക്കപ്പ് ഓഫ് വേസ്റ്റഡ്, കണ്ടാമിനേറ്റഡ് ആൻഡ് ഔട്ട് ഓഫ് ഡേറ്റ് മെഡിസിൻസ്. അതായത് ഡിസ്കാർഡഡ് മെഡിസിൻ ആൻഡ് സൈറ്റോടോക്സിക് ഡ്രഗ്സിൽ വരുന്നത് ഉപയോഗിക്കാതെ കളയുന്ന മരുന്നുകൾ. കാറ്റഗറി നമ്പർ 5 ആണ് കേട്ടോ. അതായത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അത് കളയുന്നു. ഓക്കെ, ഉപയോഗിക്കാതെ കളയുന്ന മരുന്നുകൾ. ദെൻ വേസ്റ്റ് ആയിട്ടുള്ള മരുന്നുകൾ. ഓക്കെ, അതായത് വേസ്റ്റ് ആയിട്ടുള്ള മരുന്നുകള്. ദെൻ മൂന്നാമത്തത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ കാലാവധി കഴിഞ്ഞിട്ടുള്ള മരുന്നുകൾ. അതൊക്കെയാണ് കാറ്റഗറി നമ്പർ 5 വരുന്നത്. ഇനി ഏത് കണ്ടെയ്നറിലാണ് ഇത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗ്, റെഡ് പ്ലാസ്റ്റിക് ബാഗ്. ഒന്നില്ലെങ്കിൽ കറുത്ത പ്ലാസ്റ്റിക് ബാഗിലോ അല്ലെങ്കിൽ ചുവന്ന പ്ലാസ്റ്റിക് ബാഗിലോ ആണ് ഇത്തരത്തിലുള്ള വേസ്റ്റുകള് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഡിസ്പോസൽ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ഇൻസിനറേഷൻ ആണ്. ഇൻസിനറേഷൻ വരുന്നുണ്ട്. അറ്റ് ഡിസ്ട്രക്ഷൻ ആൻഡ് ഡ്രഗ്സ് ഡിസ്പോസൽ ഇൻ സെക്യൂർഡ് ലാൻഡ് ഫിൽസ്. അതായത് ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള മരുന്നുകൾ എന്ന് പറയുന്നത് വീണ്ടും ഉപയോഗിക്കാത്ത രീതിയിൽ മണ്ണിട്ട് കുഴിച്ചു മൂടാം. ഓക്കെ, വീണ്ടും ഉപയോഗിക്കാത്ത രീതിയിൽ എന്ത് ചെയ്യണം, മണ്ണിട്ട് കുഴിച്ചു മൂടണം എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ കാറ്റഗറി നമ്പർ 6 ആണ് കേട്ടോ. കാറ്റഗറി നമ്പർ 6 എന്ന് പറയുമ്പോൾ സോയിൽഡ് വേസ്റ്റ് ആണ്. ഓക്കെ, അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം നമുക്ക്. ഐറ്റംസ് പൊല്യൂട്ടഡ് വിത്ത് ബോഡി ഫ്ലൂയിഡ്സ്. ബോഡി ഫ്ലൂയിഡ്സ് എന്നാണ് കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ കറക്റ്റ് ആണോ? ബോഡി ഫ്ലൂയിഡ്സ് തന്നെയാണോ കൊടുത്തിരിക്കുന്നത്? ഇതിനകത്ത് ബോഡിലി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ബോഡി ഫ്ലൂയിഡ്സ് എന്നാണോ ടെക്സ്റ്റില്? അല്ല, ബോഡിലി. അതൊന്ന് തിരുത്തിയേട്ടോ, തിരുത്തിക്കോളൂ കേട്ടോ. ബോഡിലി എന്നാണല്ലേ, ഒന്ന് തിരുത്തു കേട്ടോ. ബോഡി ഫ്ലൂയിഡ്സ് എന്നാക്കും കേട്ടോ. ഞാൻ അതൊന്ന് വായിക്കാം. എന്തെങ്കിലും ഇതിട്ടെങ്കിൽ ഞാൻ പറയാം, നിങ്ങളൊന്ന് തിരുത്തിയേക്കണേ. ഐറ്റംസ് പൊല്യൂട്ടഡ് വിത്ത് ബോഡി ഫ്ലൂയിഡ്സ് ഇൻക്ലൂഡ് കോട്ടൺ, ബാൻഡേജ്, സോയിൽഡ് പ്ലാസ്റ്റർ കാസ്റ്റ്, ലിനൻ എന്നാണ്. ലൈൻസ് എന്നാണോ കിടക്കുന്നത്? ലൈൻസ്, ലൈൻസ് എന്നാണ് അല്ലെ. ലിനൻ എന്നാക്കാട്ടോ. ലിനൻ ആണ് കേട്ടോ, തുണി. ആക്കിയോ? തിരുത്തിയോ? ഓക്കെ, ലിനൻ, ബെഡ്സ് ആൻഡ് ബ്ലഡ് കണ്ടാമിനേറ്റഡ് ഐറ്റംസ്. ഓക്കെ അല്ലേ? ഇത്രയും വായിച്ചത്. ഓക്കെ, അപ്പൊ ഈ സോയിൽഡ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത്
ബോഡി ഫ്ലൂയിഡ് പറ്റിയിട്ടുള്ള കോട്ടൺ, അതിപ്പോ ബ്ലഡ് ആകാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ശരീരദ്രവങ്ങളാവാം, അത് പറ്റിയിട്ടുള്ള കോട്ടനുകള്, ബാൻഡേജുകള്, അതുപോലെ തന്നെ സോയിൽഡ് പ്ലാസ്റ്റർ കാസ്റ്റ് അല്ലെ, അതുപോലെ തന്നെ ലിനൻ തുണികള്, പിന്നെ അതായത് ബ്ലഡും അതുപോലെ ബോഡി ഫ്ലൂയിഡും പറ്റിയിട്ടുള്ള തുണികള്, അതുപോലെ തന്നെ എന്താ പറയാ ബ്ലഡ് കണ്ടാമിനേറ്റഡ് ഐറ്റംസ്. അപ്പൊ ഇത്തരത്തിലുള്ള വേസ്റ്റുകളാണ് എന്തിൽ വരുന്നത്, സോയിൽഡ് വേസ്റ്റിൽ വരുന്നത് കേട്ടോ. ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ബാഗ് അല്ലെങ്കിൽ കണ്ടെയ്നർ എന്ന് പറയുന്നത് യെല്ലോ പ്ലാസ്റ്റിക് ബാഗ് അല്ലെങ്കിൽ റെഡ് പ്ലാസ്റ്റിക് ബാഗ് ആണ് കേട്ടോ. അപ്പൊ ഒന്നില്ലെങ്കിൽ മഞ്ഞ കളറിലുള്ള കണ്ടെയ്നർ അല്ലെങ്കിൽ ചുവന്ന കളറിലുള്ള കണ്ടെയ്നർ, ഇതിലാണ് സോയിൽഡ് വേസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ എന്താ പറയാ ഡിസ്പോസൽ മെത്തേഡ് എന്ന് പറയുന്നത് ഇൻസിനറേഷൻ ഉണ്ട്, അതുപോലെ ഓട്ടോക്ലേവിംഗ് ഉണ്ട്. ഇതൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓട്ടോക്ലേവിംഗ് ഉണ്ട്, മൈക്രോവേവിംഗ് ഉണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം. കാറ്റഗറി നമ്പർ 7 ആണ് കേട്ടോ. കാറ്റഗറി നമ്പർ 7 എന്ന് പറയുന്നത് സോളിഡ് വേസ്റ്റ് ആണ്. സോളിഡ് വേസ്റ്റ് എന്താണ് സോളിഡ് വേസ്റ്റ് എന്ന് നോക്കാം. വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡിസ്പോസബിൾ പ്രൊഡക്ട്സ് അതർ ദാൻ ഷാർപ്സ്, വേസ്റ്റ് ഇൻക്ലൂഡിംഗ് ട്യൂബിംഗ്, catheters, intravenous system, etc. ഈ സോളിഡ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? അതായത് ഷാർപ്പ് ഐറ്റംസ് അല്ലാത്തുള്ള വേസ്റ്റുകളാണ് എന്ത് ഈ സോളിഡ് വേസ്റ്റിൽ വരുന്നത്. അത് ട്യൂബുകൾ വരാം, കത്തീറ്ററുകൾ വരാം അല്ലെ. നമുക്കറിയാം യൂറിൻ ബാഗ് ഒക്കെ ഉണ്ടല്ലോ. കത്തീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്. ഇപ്പൊ സർജറി ഒക്കെ കഴിഞ്ഞ് കിടക്കുന്ന രോഗികൾക്ക് യൂറിൻ ഒക്കെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? കത്തീറ്റർ ബാഗ് ഉപയോഗിക്കാറുണ്ട് അല്ലെ. കണ്ടിട്ടില്ലേ? ട്യൂബുകള് കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള, അതുപോലെ IV സെറ്റ്, ഇൻട്രാവെനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? IV സെറ്റ് ആണ് കേട്ടോ. ഓക്കെ, കാനുവല അതല്ലേ IV സെറ്റ്. ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്? സോളിഡ് വേസ്റ്റിൽ വരുന്നത്. ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് റെഡ് പ്ലാസ്റ്റിക് ബാഗിലാണ്, ചുവന്ന പ്ലാസ്റ്റിക് ബാഗിലാണ് ഡെപ്പോസിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിന്റെ ഡിസ്പോസൽ എന്ന് നോക്കാം. ഡിസിൻഫെക്ടിംഗ് ബൈ കെമിക്കൽ ട്രീറ്റ്മെന്റ്, ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവിംഗ് ആൻഡ് ബ്യൂട്ടിലേഷൻ ഷ്രെഡിംഗ്. അതായത് ഡിസിൻഫെക്ട് ചെയ്യുന്ന തരത്തിലുള്ള വേസ്റ്റുകൾ എങ്ങനെയാണ്? അതായത് ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചുകൊണ്ടോ, അതൊക്കെ ബ്ലീച്ചിങ് പൗഡർ മിക്സ്ചർ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ക്ലോറിൻ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇതിനെ അണുനശീകരണം വരുത്തുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഹൈ ടെമ്പറേച്ചറിൽ ഇതിനെ എന്താ പറയാ വെക്കുന്നു. അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കുന്നു. ദെൻ മൈക്രോവേവിംഗ് നടത്തുന്നു. പിന്നീട് മ്യൂട്ടിലേഷൻ അല്ലെങ്കിൽ ഷ്രെഡിങ്, അതായത് ഇത്തരത്തിലുള്ള വേസ്റ്റുകള് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുന്ന പ്രോസസ്. അപ്പൊ ആ ഒരു രീതിയാണ് ഈ ഒരു കാറ്റഗറി നമ്പർ 7 സോളിഡ് വേസ്റ്റിന്റെ ഡിസ്പോസൽ വരുന്നത്. ഓക്കെ, അടുത്തത് കാറ്റഗറി നമ്പർ 8 ആണ് ലിക്വിഡ് വേസ്റ്റ്, അതായത് ദ്രവരൂപത്തിലുള്ള മാലിന്യങ്ങൾ. Waste produced by laboratory activities as well as washing, cleaning, housekeeping and the disinfection task. അതായത് ലിക്വിഡ് വേസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം ലബോറട്ടറി ആക്ടിവിറ്റീസ്, അതായത് ലബോറട്ടറികളിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിലോ ഉണ്ടാകുന്ന ലിക്വിഡ് വേസ്റ്റ്. അതായത് അവിടെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷമുള്ള വെള്ളം, അതുപോലെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വെള്ളം, ഹൗസ് കീപ്പിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവ, അതുപോലെ അണുനശീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ലിക്വിഡ് ഫോമിലുള്ള വേസ്റ്റുകള് ആണ് കാറ്റഗറി നമ്പർ 8 വരുന്നത്. ഇതിന്റെ ഡിസ്പോസൽ കണ്ടെയ്നർ, അതായത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന കണ്ടെയ്നർ പറഞ്ഞിട്ടില്ല, കാരണം ഇത് ദ്രവരൂപത്തിലുള്ള അല്ലെങ്കിൽ ലിക്വിഡ് ഫോമിലുള്ള വേസ്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഡിസ്പോസൽ എന്ന് പറയുന്നത് ഡിസിൻഫെക്ടിംഗ് ബൈ കെമിക്കൽ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്ചാർജ് ഇൻ ടു ഡ്രെയിൻസ്. അതായത് ഡിസിൻഫെക്ട് ചെയ്യും, അതായത് രോഗാണുക്കളെ നശിപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഒഴുക്കി കളയുന്നു അല്ലെ. നമുക്കറിയാം ഹോസ്പിറ്റലുകളിലൊക്കെ അവിടെ ക്ലീൻ ഒക്കെ ചെയ്തു വരുന്ന വെള്ളം എന്താ ചെയ്യുന്നേ? അവര് ആ വെള്ളം എന്താ ചെയ്യുന്നേ? രോഗാണുക്കളെ നശിപ്പിച്ചതിന് ശേഷം ഒഴുക്കി കളയല്ലേ ചെയ്യുന്നേ? ഡ്രെയിനേജ് അല്ലെ. ഡ്രെയിനിങ്. ഓക്കെ, അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. ഡ്രെയിനേജ് ആണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഞാനൊന്ന് പിക്ചർ കാണിച്ചു തരാം നിങ്ങൾക്ക്, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഇപ്പൊ വരാം കേട്ടോ.
കാണാൻ പറ്റുന്നുണ്ടോ? ഫസ്റ്റ് ഹ്യൂമൻ ആൻഡ് അനാട്ടമിക്കൽ വേസ്റ്റ് ആണ് കേട്ടോ. രണ്ടാമത്തത് ആനിമൽ വേസ്റ്റ് വരുന്നുണ്ട്, അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ വേസ്റ്റ് ഷാർപ്പ് കൊടുത്തിട്ടുണ്ട്. ദെൻ ഡിസ്കാർഡഡ് മെഡിസിൻ ആൻഡ് ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് കൊടുത്തിട്ടുണ്ട്. ദെൻ സോയിൽഡ് വേസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ കെമിക്കൽ വേസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ ലിക്വിഡ് വേസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ സോളിഡ് വേസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇൻസിനറേഷൻ ആഷ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത പിക്ചർ നോക്കിയാ നിങ്ങള് കണ്ടോ? കണ്ടെയ്നർ കണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ ട്രാൻസ്ലൂസന്റ് നോക്കിയേ, കണ്ടെയ്നർ നോക്കിയേ, ട്രാൻസ്ലൂസന്റ് കണ്ടെയ്നർ, പങ്ക്ചർ പ്രൂഫ് കണ്ടെയ്നർ കണ്ടോ? ഏറ്റവും താഴെ വൈറ്റ് കളറില് ഓക്കെ ആണല്ലേ? കണ്ടോ? മറ്റ് കണ്ടെയ്നറുകൾ നോക്കിയേ, പിന്നുകൾ നോക്കിയേ, ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്, ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. അതിന്റെ വിഡ്ത്തും ലെങ്ത് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്നും നമുക്ക് വേണ്ട. എത്ര വോളിയം കൊള്ളും എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും ആവശ്യമില്ല. കളർ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് തന്നതാണ് കേട്ടോ. ഗ്രീൻ പഠിച്ചിട്ടില്ല അല്ലേ? ആ, അത് പറയാം കേട്ടോ. കാണിച്ചതാണത്. ഈ വൈറ്റ് കണ്ടില്ലേ? ഏറ്റവും ലാസ്റ്റത്തെ കണ്ടില്ലേ? അതാണ് നോക്കേണ്ടത്. ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വൈറ്റ് കളറിൽ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ടോ വൈറ്റ് കളർ? ഇല്ല അല്ലേ? അതെ അതെ, അതുപോലെയാണ് കേട്ടോ. ബിന്നുകളുടെ ട്രോളി ശ്രദ്ധിച്ചത് താഴെ കൊടുത്തിരിക്കുന്ന കണ്ടോ? ഗ്രീൻ ബിന്നിന്റെ താഴെ ട്രോളി. ഓക്കെ, പിന്നെ ഓരോന്നിന്റെ മേലെയും സിമ്പിൾ ഉണ്ടാവും കേട്ടോ. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ നമുക്ക് പഠിക്കാനുണ്ട് വരുന്ന പേജസില്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായെന്ന് വിചാരിക്കും. ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. മൈക്ക് ഓൺ ആയിരുന്നോ? ഇപ്പൊ ഞാനിപ്പോ ഓഫ് ആക്കുവാണോ ചെയ്തത്? സോറി കേട്ടോ, ഞാൻ അറിഞ്ഞില്ല. നിങ്ങൾ മിണ്ടാതിരുന്നോണ്ടൊന്നും അറിയില്ല സത്യം പറഞ്ഞാല്. ഓക്കെ, അപ്പൊ ഡൗട്ട് ഒന്നും ഇല്ല അല്ലെ? ഓക്കെ ആണ് എല്ലാവർക്കും? വായിച്ചു നോക്കുക കേട്ടോ. അപ്പൊ ഇനി രണ്ടെണ്ണം കൂടി എടുക്കാനുണ്ട്.
കാറ്റഗറി നമ്പർ 9 ഉം 10 കൊടുക്കാനുണ്ട്. ഞാൻ ഇമ്പോർട്ടന്റ് ഏരിയാസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം, എക്സാമിന് മുമ്പ് പറഞ്ഞുതരാം കേട്ടോ ഏതൊക്കെയാണ്. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്തോട്ടെ. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ചോദിച്ചോളൂ. ഇപ്പൊ നമ്മളോട് ഇപ്പൊ ഓരോ വേസ്റ്റുകള് റെഡ് അല്ലെങ്കിൽ ബ്ലാക്ക് ബാഗിൽ ഉപയോഗിക്കാൻ പറയണ്ടല്ലോ, അപ്പൊ ഒരു ഹോസ്പിറ്റലുകാർ തെരഞ്ഞെടുക്കണാണോ ആ കളർ? അവര് ഹോസ്പിറ്റലുകാരെ തിരഞ്ഞെടുക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഏതെങ്കിലും ഒരു കളറേ എടുക്കുള്ളൂ അല്ലെ? ചൂസ് ചെയ്യാം. ഇന്നതെന്ന് നിർബന്ധമില്ല. അത് യെല്ലോ അല്ലെങ്കിൽ ഇപ്പൊ ഗ്രീൻ എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒന്നിലും മതി. ഓക്കെ ഓക്കെ, അവര് ചൂസ് ചെയ്യും കേട്ടോ. താങ്ക്സ്. ഓക്കെ, അപ്പൊ ബൈ, മൺഡേ കാണാം. ഓക്കെ, ബൈ ബൈ. താങ്ക് യു മാം. താങ്ക് യു.